ദേശീയ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. അതിനിടെ ഇന്നിപ്പോൾ രാവിലെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ആളുകളെ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കാനെത്തിയ ഒരു ജീപ്പ് അത് സമരാനുകൂലികൾ തകർക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ലൈവിൽ കാണുകയും ചെയ്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം വെച്ച ആ സംഘാംഗങ്ങളെ നമ്മൾ വീണ്ടും കാണുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓഫ് കാലിക്കറ്റ് എന്നാണ് അല്ലേ, ഒരു കൂട്ടായ്മയാണ് ഇവരെന്നുള്ളതാണ്. കഴിഞ്ഞ 2012 രൂപീകൃതമാവുകയും അതിനുശേഷം പിന്നീട് നടക്കുന്ന പൊതുപണിമുടക്കുകൾ, ഹർത്താലുകൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ രോഗികൾ ഒപ്പം തന്നെ ആർക്കൊക്കെയാണ് നിങ്ങൾ സഹായം? ഞങ്ങൾ പ്രധാനമായിട്ടും സഹായം ചെയ്യുന്നത് പേഷ്യൻസ് ആണ്. അതായത് ഡോക്ടേഴ്സ് ഇന്നത്തെ ദിവസം കൺസൾട്ട് കൊടുത്തുണ്ടാവും അവർക്ക്, അതേപോലെ ഈ ഡയാലിസിസ് പേഷ്യൻസ്, പിന്നെ നിർത്തിവെക്കാത്ത എക്സാമുകൾ. അതായത് കോഴിക്കോട് നഗരത്തിൽ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഏതാണ്ട് 10-15 കിലോമീറ്റർ ചുറ്റളവിൽ ഏറ്റവും അത്യാവശ്യങ്ങൾക്ക് എത്തുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങൾ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളവരാണോ, ഏതെങ്കിലും മതസംഘടനകളുമായി ബന്ധമുള്ളവരാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പിൻബലം? ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലത്തിലല്ല. ഞങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിൽ കോൺഗ്രസ്, CPM, ലീഗ് എല്ലാ അനുഭാവികളും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഏത് ഹർത്താൽ വന്നാലും ഞങ്ങളിവിടെ ഉണ്ടാവും. ഞങ്ങൾ സിംഗിളായിട്ട് ഇങ്ങനെ കൂടിയ ആളുകളാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ട് അങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അന്ന് ടൗൺ CA ആയിരുന്ന ഉമേഷ് സാറുണ്ട്, ഇന്നത്തെ മെഡിക്കൽ കോളേജ് ACP. സാറ് നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിങ്ങനെ ഒരു യൂണിഫോം അടിക്കുന്നതും ID കാർഡ് ഉണ്ടാക്കുന്നതൊക്കെ. സാറാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി വേണോ, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതേപോലെ തന്നെ ടൗണിലെ സ്റ്റേഷനിലെ പോലീസുകാർക്ക് എല്ലാവർക്കും നമ്മളറിയാം, നമ്മളിവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഓല നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓല എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്കുണ്ട്. ഒരുപാട് ആളെ ഇന്ന് എത്തിച്ചിട്ടുണ്ട്. മറ്റേ തൃശ്ശൂരിൽ നിന്ന് വരുന്നൊരു ഫാമിലിനെ മിംസിൽ ഇന്ന് ഓൽക്കുന്ന എന്തായാലും കാണിക്കാൻ വെച്ചായിരുന്നു, അവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇക്രയിൽ പല ഭാഗത്തോടെ നിന്ന് പോയിട്ടുണ്ട് നമ്മൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ നമ്പർ കൊടുക്കും. നിങ്ങൾക്ക് തിരിച്ചു വരാൻ വണ്ടിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് അപ്പോഴാരാണ് ഉള്ളത് അവർ വിളിച്ച് പറയും. കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഇക്രയിൽ നിന്നോ മിംസിൽ നിന്നോ ഒരു പേഷ്യൻസിനെ കൊണ്ടുവരാറുണ്ട്. നമ്മൾ ഇത് കണ്ടാൽ അവർക്ക് അറിയാലോ. അപ്പോൾ അവരെ ഞങ്ങളെ വണ്ടിയിൽ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. നിങ്ങളെ ഇവരുടെ സേവനം കിട്ടിയ ആളാണോ? ഇന്ന് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യം? അത്യാവശ്യം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തു. പക്ഷേ ഈ വണ്ടിയിലാണെങ്കിൽ പോകാൻ കഴിയില്ലായിരുന്നു. പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾ എവിടുന്ന വന്നേ? ഞാൻ വടകരയാണ്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ആ വാഹനത്തിൻ്റെ ഒരു മിറർ തകർക്കുന്നതൊക്കെ കണ്ട്. ഇദ്ദേഹത്തിൻ്റെ വാഹനമായിരുന്നു. നിങ്ങളും കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർഷങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ആരെങ്കിലും ബസ് ഓടാത്ത കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരെയും കൂട്ടി പോവാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവിടെ പോലും ഇവർ അടിക്കാൻ വേണ്ടി വരുന്ന രംഗവും, അതുപോലെ തന്നെ സൈഡ് മിറർ അടിച്ച് പൊടിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് നിങ്ങൾ മീഡിയക്കാരുണ്ടല്ലോ ആ സമയത്ത് അവിടെ. പോലീസിൽ പരാതി കൊടുത്തു? സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് ജസ്റ്റ് ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും സമരങ്ങൾ അത് അനിവാര്യതയാണ്. ആ നിലയ്ക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മനുഷ്യരെ വലച്ചുകൊണ്ടാകരുത്. അതിനപ്പുറത്ത് മനുഷ്യ സ്നേഹവും കൂടി ആ സമര ദിനത്തിലും ഉണ്ടാകണം എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കൂ. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.